ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ നല്ലൊരു കോട്ടൺ തുണിയിലിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് മുളപ്പിച്ച് കിട്ടാനായിട്ട് ഒരു 2 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. ഒരു 2-3 ദിവസമൊക്കെ നന്നായി ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഉണക്കിയ കാരണം കൊണ്ട് നല്ലതുപോലെ ചൂടാക്കണമെന്നില്ല, എന്നാലൊന്ന് ചൂടാക്കിയെടുക്കുക. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ കുറച്ച് കപ്പലണ്ടി, തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി 2 കൂട്ടും നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഗോതമ്പ് പൊടി പൊടിച്ച് നല്ലതുപോലെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് പഞ്ചസാരയും നട്ട്സും ഇട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുക. അരിച്ച് വെക്കേണ്ട. പിന്നെ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു, പിന്നെ നട്ട്സ് ഇട്ടു, പിന്നെ പാൽപ്പൊടി ഇട്ടു. അങ്ങനെ എല്ലാതും ഇതേപോലെ മിക്സ് ചെയ്തിടാം. അവസാനം നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം മെയ്ഡായിട്ടുള്ള ഹോർലിക്സ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയും പിന്നെ നട്ട്സൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ പാൽപ്പൊടിയായിട്ട് അലിഞ്ഞു പോവും. ട്രൈ ചെയ്യുക. സൂപ്പറാട്ടോ. താങ്ക് യു.